ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ ഐതിഹാസിക മുന്നേറ്റങ്ങളിൽ പങ്കുകൊണ്ട ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു AKGയുടേത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ, സാമ്പത്തിക ഉച്ചനേതൃത്വങ്ങൾ അകറ്റാനുള്ള വർഗബോധത്തിൻ്റെ മുദ്രാവാക്യങ്ങളാക്കി വളർത്തിയെടുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഉജ്ജ്വലമായ നേതൃത്വമാണ് AKG നൽകിയത്. അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാവായി അദ്ദേഹം ഉയർന്നു. CPM രൂപീകരിച്ച 32 പേരിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് AKG ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പോരാട്ടത്തിൻ്റെതായിരുന്നു. പോരാട്ടത്തിലെ വഴിയുടെ AKGയുടെ പ്രവർത്തനങ്ങൾ രോമാഞ്ചത്തോടെയല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കൂടുതലായി ഞാൻ കടക്കുന്നില്ല. ഇനിയും 1-2 പരിപാടികളുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു വളരെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇവിടെ കീഴത്തൂർ പാലവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസന കാഴ്ചപ്പാട് AKG അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ആ കാഴ്ചപ്പാടുകളുടെ തുടർച്ചയെന്ന നിലക്കാണ് വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരിലും എത്തണമെന്ന നിലപാട് LDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 2018-19 ബജറ്റിലാണ് കീഴത്തൂർ പാലത്തിന് വേണ്ടി 12,20,00,000 രൂപ വകയിരുത്തിയത്. 2022 ഒക്ടോബറിലാണ് പാലം പണി ആരംഭിച്ചത്. പക്ഷേ പലവിധ തടസ്സങ്ങളുണ്ടായി, കുറച്ച് നീണ്ടുപോകുന്ന അവസ്ഥയാണ് വന്നത്. ഇപ്പോൾ 205 മീറ്റർ നീളത്തിൽ 10.4 മീറ്റർ വീതിയോടെ ഇരുഭാഗത്തും 1.2 മീറ്റർ വീതിയിൽ നടപ്പാത കൂടി ഉൾക്കൊള്ളിച്ച് പാലം നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ നാട്ടുകാർ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. 2 ഭാഗത്തുമുള്ള നാട്ടുകാർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിലെ പാലത്തിനടുത്ത് ബോട്ട് ജെട്ടി 1 മീറ്ററോളം മണ്ണിട്ടുയർത്തി ഇരുവശത്തുമുള്ള റോഡിന് നിർമ്മാണം ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും 2 പഞ്ചായത്തിലെയും ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഇവിടെ അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ 2ാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് അച്ചടി മാധ്യമമോ ദൃശ്യമാധ്യമമോ അല്ല എന്ന് മാത്രം. നിങ്ങൾ
ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം. എന്താണോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ സാധിക്കുക എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ കടമ നിർവഹിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.